ഒരു കുരു വന്നാൽ എന്ത് ചെയ്യണം എന്ന് അറിയാമോ? ചളിയാണ്, അങ്ങനെ തന്നെ. ഒരു കുരു വന്നാൽ അതെയാ? ഞാൻ നേരത്തെ ഒന്ന് സഹിച്ചത് മതി മതി. ഓക്കെ, ഇനി ഹലോ എല്ലാവർക്കും കലാ വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയർ പുള്ളിങ് ചലഞ്ചാണ്. നമ്മൾ ഇയർ പുള്ളിങ് ചലഞ്ച് പാർട്ട് 1ഉം പാർട്ട് 2ഉം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊരു സീരിയസ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇയർ പുള്ളിങ് ചലഞ്ച് ചെയ്യാൻ പോവാണ്. അതിന്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസും, കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ്. അത് കിട്ടുന്നവർക്ക് കിട്ടാത്തവരെ നമ്മൾ ഇയർ പുള്ളിങ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. കിട്ടുന്നവർ ഫസ്റ്റ്. ഓക്കെ ചെയ്യട്ടെ. എല്ലാവരുടെയും പോക്കറ്റ് അടിക്കുന്നത് ആര്? 5 സെക്കൻഡിൽ അതിനോട് കൈവക്കണം. 1 2 3. എല്ലാവരുടെയും പോക്കറ്റ് അടിക്കുന്നത് ആര്? ടൈലർ അല്ലേ? കവിച്ചിട്ട് ഡേവിഡിനെ ഇയർ പുള്ളിക. വേദന എടുക്കുന്നത് വരെ. ഓക്കെ, അടുത്തത്. ഒരു കുരു വന്നാൽ എന്ത് ചെയ്യണം എന്ന് അറിയാമോ? ചളിയാണ്, അങ്ങനെ തന്നെ. ഒരു കുരു വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അത് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് അറിയാമോ? ഞാൻ പറയട്ടെ, ആ കുരുവിനോട് പോകാൻ പറയണോ? അല്ല, അറിയില്ല. രണ്ടാൾക്കും അറിയില്ലല്ലോ. ആ കുരുവിനൊരു വീട്ട് കൊടുക്കും. അപ്പൊ അത് കുരുവിയാവും. അപ്പൊ അത് പറന്നു പോയിക്കോ. ചെയ്തോ നമ്മൾ നല്ല വേനുണ്ട്. പിടിച്ചു അറിയിച്ച് നല്ല അറ്റത്തോട്ടാണ്. അതെയാ? ഞാൻ നേരത്തെ ഒന്ന് സഹിച്ചത് മതി മതി മതി. ഓക്കെ, അടുത്തത്. ബസ്സും സൈക്കിളും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയണം. ചളിയായിട്ട് പറയണം, അല്ലാണ്ട് കുറെ വ്യത്യാസം ഉണ്ട്. അങ്ങനെയല്ല. അങ്ങനെ ഇപ്പൊ എന്തൊക്കെ വ്യത്യാസമുണ്ട്? ബസ്സിന് സൈക്കിളിന് ആകെ 2 ടയറേ ഉള്ളൂ. അല്ല, ബസ്സിൽ കുറെ ആളുണ്ടാവും. സൈക്കിളിൽ ചളിയായിട്ട് പറയണമെന്ന്. ചളി ക്വസ്റ്റ്യൻ അറിയില്ല. പറയട്ടാ. ബസ്സിന്റെ ഒപ്പം ബസ് സ്റ്റാൻഡ് പോകില്ല, പക്ഷെ സൈക്കിളിന്റെ ഒപ്പം സൈക്കിൾ സ്റ്റാൻഡ് പോകും. ഇതൊന്നും കിട്ടൂല നമ്മക്ക്. കിട്ടി പോയാണ്. ഇതിൽ എന്ത് ക്വസ്റ്റ്യൻസ് ആണ്? അപ്പൊ ഇയർ പുള്ളിങ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ എന്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. അടുത്തത്. ഒറ്റക്കായ ഫീല് വന്നാൽ എന്ത് ചെയ്യണം? ഒറ്റക്കായ ഫീല് വന്നാൽ എന്ത് ചെയ്യണം? ഒറ്റക്കായ ഫീല് വന്നാൽ എന്ത് ചെയ്യണം? ഒരാളും കൂടെ കൂട്ടണം. അറിയില്ല. അറിയാ? പറയട്ടാ. 2 കായ തിന്നണം. അപ്പൊ 2 കായ എഴുതി. ഒറ്റക്കായല്ലോ. ആർക്കും ചെയ്യാൻ ഈ ഭാഗം മാറി നിൽക്കാല. ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചതാ ഞാൻ ആലോചിക്കുന്നത്. വെള്ളം ഇല്ലാണ്ട് എങ്ങനെ കുളിക്കാം? കുളത്തിൽ പോയി കുളിക്കാം. കുളത്തിൽ വെള്ളമല്ലേ ഇല്ലേ? വെള്ളം ഇല്ലാണ്ട് എങ്ങനെ കുളിക്കാം? വിയർത്ത് കുളിക്കാം. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മഹാന്മാര് പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മഹാന്മാർ പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് അവർക്ക് തിരിഞ്ഞ മഹാന്മാർ പിന്നിട്ട വഴികൾ. നിങ്ങൾക്ക് അറിയാത്തില്ലല്ലോ, ബാക്കി എല്ലാവർക്കും അറിയാം. ചക്ക പകുതിയായാൽ എന്താവും? ചക്ക പകുതിയാക്കിയാൽ എന്താവും? ചക്ക പകുതിയാക്കിയാൽ എന്താവും? ചക്ക കഷ്ണം. ആദ്യം പറഞ്ഞിട്ടേനാ കഷ്ണാവുന്നു. ചക്ക പകുതിയാക്കിയാല് പറയട്ടാ. ചക്കരയാവും, ചക്കരയാവും, ചക്കരയാവും. നമ്മള് മെല്ലെ തോന്നുമണി കുറേ സമയം. എന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞേ. ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും ഷോക്കിംഗ് സിറ്റി ഏതാണെന്ന് അറിയോ? ഷോക്കിംഗ് സിറ്റി. ഇലക്ട്രിസിറ്റി. ഇതൊക്കെ കയ്യില.
എന്താണ് എനിക്ക് കിട്ടുമ്പോൾ എക്സ്പ്രഷൻ ഇടാണ്ട് കിട്ടാൻ നിൽക്കുമ്പോൾ മാത്രം ഓവർ എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ എനിക്ക് 3 ആൻസർ കിട്ടിയ സിമ്പിൾ ആണ്. ഭൂമിയുടെ എല്ലാ മൂലയിലും മലയാളികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? എല്ലാ മൂലയിലും മലയാളികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. കിട്ടിയേ പോയി ചത്ത. ശരിയല്ല. അല്ല, ശരിയല്ല. 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 ശരിയാണോ? നിങ്ങൾ വെറുതെ ശരിയല്ല. ഞാൻ പറയട്ടെ, ഭൂമിക്ക് മൂലയില്ലല്ലോ പൊട്ടന്മാരെ. ഞാൻ പറയട്ടെ, എന്നാ ഞാൻ പറയട്ടെ, ഈ ഭൂമിയിലെ മറ്റേ ഇതില്ലേ എന്താണ് മാപ്പ്, ആ മാപ്പിൽ മൂലില്ലേ? ആ മാപ്പിൽ മൂലുണ്ടോ? അതാ ഞാൻ കൊറേ നുള്ളുണ്ട്. ഓക്കെ, ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നേ. അതെ അതെ അതെ. ഒരാളുടെ ഷർട്ടിൽ ചായ വീണാൽ എന്താവും? ചായ വീണാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരാളെ ഷർട്ടിൽ ചായ ടീഷർട്ട് ടീഷർട്ട് ആവും. മതിയോ? ഇത് കാണുന്നവർക്ക് ഒന്നും നുള്ളാത്ത പോലെ ഉണ്ടോ? പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ. നിനക്ക് 2 എണ്ണം, എനിക്ക് 3 എണ്ണം. ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും? മീൻകറിയോ? മീൻകറി വെച്ചാൽ ഒരു മീനെ പിടിച്ച് കരയിലിട്ടാൽ കരയിലിട്ടാൽ എന്ത് പറ്റും? ചാവും. മീൻ ചത്തുപോകും. മീനെ പിടിച്ച് കരയിലിട്ടാൽ മീനെ പിടിച്ച് മണ്ണിലിട്ടു, അതിന് എന്ത് പറ്റും? മണ്ണ് പറ്റും. 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓളമുണ്ട്. അപ്പോ 3 കാണിച്ച് 4. അപ്പൊ നമ്മുടെ ഇയർപുളിൻ ചലഞ്ചിൽ വീണ്ടും ഞാൻ ജയിച്ചിരിക്കുകയാണ്. അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് കിട്ടോ? കമന്റ് കിട്ടും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.